بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد يا صاحب الوقت أخطب بكم نيابة عنكم وأضع جبهتي تحت قدميكم. ഏറ്റവും സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, വിശുദ്ധ ഇസ്ലാം നമ്മൾക്കെല്ലാവർക്കും അറിയുന്നതുപോലെ മഹാന്മാരായ സ്വഹാബത്തിൻ്റെ കാലത്ത് നമ്മുടെ കേരളത്തിൽ എത്തുകയും സ്വഹാബത്ത് പഠിപ്പിച്ച വിശ്വാസങ്ങളും കർമ്മങ്ങളും യാതൊരു തർക്കവും അനൈക്യവുമില്ലാതെ മുസ്ലിം സമുദായം കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് വിശ്വാസകാര്യത്തിലും ആചാരകാര്യങ്ങളിലും വലിയ അനൈക്യം കൊണ്ടുവന്ന് 1920കളിൽ വഹാബികളും 941 ജമാഅത്തെ ഇസ്ലാമിയും കടന്നു വരുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് പറയുമ്പോൾ വളരെ കൗതുകം തോന്നുകയാണ്. കഴിഞ്ഞ ദിവസം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ റിസൾട്ട് വരികയും ജമാഅത്തെ ഇസ്ലാമി UDFന് പിന്തുണ പ്രഖ്യാപിച്ചു എന്നും ആ പിന്തുണ തുടരാൻ തീരുമാനിച്ചു എന്നും പറഞ്ഞപ്പോൾ വല്ലാത്ത കൗതുകമാണ് തോന്നിയത്. കാരണം 941 ജമാഅത്തെ ഇസ്ലാമിക്കാരൻ കടന്നു വരുമ്പോൾ, മൗദൂദിയുടെ ആശയവുമായി കടന്നു വരുമ്പോൾ ഇന്ത്യൻ ജനാധിപത്യ സംവിധാനത്തോട് സഹകരിക്കാൻ പാടില്ലെന്നും ഇവിടെയുള്ള സംവിധാനത്തിൽ വോട്ട് ചെയ്യുകയോ ഗവൺമെൻറ് ഉദ്യോഗം വരിക്കുകയോ ചെയ്താൽ ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുന്ന കാര്യമാണെന്ന് പറഞ്ഞ് ഇവിടെയുള്ള മുസ്ലിമീങ്ങൾ മുഴുവനും രാഷ്ട്രവിരോധികളും രാജ്യദ്രോഹികളുമാണ് എന്ന് വരുത്തി തീർക്കാൻ ഇസ്ലാമിൻ്റെ പേരിൽ മൗദൂദികൾ ധാരാളം എഴുതുകയും പറയുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ അതേ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ തന്നെ വിളിച്ചു പറയുകയാണ്, ഞങ്ങൾ UDFന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ആ പിന്തുണ തുടരാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്തൊരു വിരോധാഭാസമാണിത്! വളരെ ഗൗരവത്തോടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. മതരാഷ്ട്രവാദം ഉയർത്തിക്കൊണ്ടുവന്ന് രാഷ്ട്രത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും കളങ്കമേൽപ്പിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയവരാണ് ജമാഅത്തെ ഇസ്ലാമിക്കാരൻ എന്നത് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ പ്രസിദ്ധീകരണങ്ങളും അവരുടെ പ്രസംഗങ്ങളും വീക്ഷിക്കുന്ന ആർക്കും ബോധ്യപ്പെടുന്നതാണ്. ഞാൻ അവരുടെ ഒരു പുസ്തകത്തിൻ്റെ ചില ഭാഗങ്ങൾ വായിക്കും. ഈ പുസ്തകത്തിൽ അവർ പറയുന്നത് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി എന്തല്ല എന്ന് IPH പുറത്തിറക്കിയ ഒരു പുസ്തകമാണ്. അതിൻ്റെ 24ാമത്തെ പേജിൽ ജമാഅത്തെ ഇസ്ലാമിക്കാർ എഴുതുകയാണ്, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന അവരുടെ പ്രസ്ഥാനത്തിൻ്റെ മേന്മ പറയുകയാണ്. എന്താണ് പറയുന്നത്? ജമാഅത്തെ ഇസ്ലാമി ഏതെങ്കിലും തെരഞ്ഞെടുപ്പുകളിൽ പങ്കെടുക്കുകയോ സ്ഥാനാർത്ഥികളെ നിർത്തുകയോ ഏതെങ്കിലും സംഘടനയെയോ സ്ഥാനാർത്ഥികളെയോ പിന്താങ്ങുകയോ ചെയ്ത ഒരൊറ്റ സംഭവവുമില്ല. അതിൻ്റെ മുഴുവൻ ചരിത്രവും സാക്ഷിയാണ്. ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ മേന്മ പറയുകയാണ്. 941 കടന്നു വരുമ്പോൾ ഏതൊരാശയമാണോ പറഞ്ഞിരുന്നത് അതേ ആശയം തന്നെയാണ് ഇപ്പോഴുള്ളത്. ഒരു രാഷ്ട്രീയ പാർട്ടിക്കും പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല, ഒരൊറ്റ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്തിട്ടില്ല എന്നാണ് അവരുടെ വലിയ മേന്മയായി അവർ പറഞ്ഞിരുന്നത്. എന്നാൽ ഇന്ന് അതേ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ തന്നെ UDFന് പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. ഒരു കാലത്ത് ശിർക്കായിരുന്നത് പിന്നെ എങ്ങനെയാണ് തൗഹീദായി മാറിയത് എന്നാണ് ഇവിടെയുള്ള മുസ്ലിമീങ്ങൾക്കറിയേണ്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, മനസ്സിലാക്കണം, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ആശയം ഇവിടെ 1941 1941
ലാഹോറിൽ രൂപീകൃതമാകുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകനായ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകനായ മൗദൂദി സാഹിബ് അദ്ദേഹം പറയുന്ന വാചകം പ്രബോധനം തന്നെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന മതരാഷ്ട്രവാദം ഇവിടെയുള്ള മുസ്ലിമീങ്ങൾ ആലോചിച്ചിരുന്നില്ല, അവർ ചിന്തിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരൊക്കെയും ഇസ്ലാമിൻ്റെ പുറത്താണ്. മൗദൂദി പറയുന്നു, ഞാനും ഇതുവരെ ഇസ്ലാമിന് പുറത്തായിരുന്നു. മതരാഷ്ട്രവാദം എന്ന് പറയുന്ന ഈ ജമാഅത്തിൻ്റെ ആശയം തലയിൽ പേറിയത് മുതലാണ് ഞാൻ ഒരു പുതിയ മുസ്ലിമായി മാറിയത്. അദ്ദേഹത്തിൻ്റെ വാചകം പ്രബോധനം എടുത്തുദ്ധരിക്കുകയാണ്. വിമർശന നിരീക്ഷണത്തിനുള്ള യോഗ്യത കൈവന്ന ശേഷം ഞാൻ ആദ്യമായി ചെയ്തത് എനിക്ക് അനന്തരമായി ലഭിച്ച നിർജീവമാകുന്ന മാലയെ എൻ്റെ കഴുത്തിൽ നിന്നും പൊട്ടിച്ചെറിയുക എന്നതാണ്. അഥവാ പാരമ്പര്യമായി അഹ്ലുസുന്ന വൽ ജമാഅ വിശ്വസിച്ചു പോന്നിരുന്ന മുഴുവൻ വിശ്വാസങ്ങളും ആചാരങ്ങളും അത് പൊട്ടിച്ചെറിഞ്ഞ്, അതിനാൽ യഥാർത്ഥത്തിൽ ഞാനൊരു നവമുസ്ലിമാണ്. അഥവാ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനം ഇവിടെ രൂപീകരിക്കുകയും ആ ആശയം ഇവിടെ പ്രഖ്യാപിക്കുകയും ചെയ്തത് മുതലാണ് ഇദ്ദേഹം ഒരു പുതിയ മുസ്ലിമായി മാറുന്നത്. അത് മൗദൂദി സാഹിബ് തന്നെ നേരിട്ട് പറയുകയാണ്. അപ്പോൾ ഈ മതരാഷ്ട്രവാദം അംഗീകരിക്കാത്തതിൻ്റെ പേരിൽ, അത് ഉൾക്കൊള്ളാത്തതിൻ്റെ പേരിൽ ഇവിടെയുള്ള മുസ്ലിമീങ്ങൾ മുഴുവനും ഇസ്ലാമിൽ നിന്നും പുറത്താണ് എന്നാണ് മൗദൂദി പറഞ്ഞത്. ആ ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദം സ്വീകരിച്ച് പ്രഖ്യാപിച്ചത് മുതലാണ് മൗദൂദി സാഹിബ് പോലും, അതോടൊപ്പം 941 ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനം രൂപീകരിക്കാൻ അവിടെ കൂടിയ 75 പേരും ഷഹാദത്ത് കലിമ ചൊല്ലി ശരിയായ മുസ്ലിമായി മാറി എന്നാണ് അവരുടെ പുസ്തകങ്ങളിൽ എഴുതി വെക്കുന്നത്. ആ മൗദൂദി സാഹിബ് അദ്ദേഹം പറയുകയാണ്, എന്താണ് ഇവിടെ നമ്മുടെ സൃഷ്ടിപ്പിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണ്? മൗദൂദി അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമി രൂപീകരിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളും ആ പ്രഭാഷണങ്ങൾ അത് ക്രോഡീകരിച്ച് ഖുതുബാത്ത് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. അതിൻ്റെ മലയാള പരിഭാഷ കേരളത്തിലെ മൗദൂദികൾ ഇറക്കിയിട്ടുണ്ട്, പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ ഖുതുബാത്തിൻ്റെ പരിഭാഷയിൽ കാണാം നമ്മുടെ സൃഷ്ടിപ്പിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം തന്നെ എന്താണ്? നിസ്കരിക്കലും നോമ്പെടുക്കലും ഹജ്ജ് ചെയ്യലൊന്നുമല്ല, പിന്നെയോ ഇവിടെ ഒരു മതരാഷ്ട്രമുണ്ടാക്കി തീർക്കലാണ് ഒരു മുസ്ലിമിൻ്റെ സൃഷ്ടിപ്പിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം. അദ്ദേഹം മൗദൂദി അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ പറയുകയാണ്, മുസ്ലിം സഹോദരങ്ങളെ, കഴിഞ്ഞ പ്രസംഗങ്ങളിലെല്ലാം ഒരു സംഗതിയെക്കുറിച്ച് നിങ്ങളെ അടിക്കടി ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. അത് എന്തെന്നാൽ അള്ളാഹു നമ്മുടെ മേൽ നിർബന്ധമാക്കിയതും ഇസ്ലാമിൻ്റെ നെടും തൂണുകളുമായി നിശ്ചയിച്ചിട്ടുള്ളതുമായ നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് എന്നീ ആരാധന കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതുകൊണ്ട് മാത്രം അള്ളാഹു തൃപ്തിപ്പെടാൻ പോകുന്നില്ല. അപ്പൊ ഇബാദത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ശരിയായ ഇബാദത്ത് ചെയ്തതുകൊണ്ട് മാത്രം അള്ളാഹു തആല നമ്മെ തൃപ്തിപ്പെടുന്നില്ല. പിന്നെന്താണ് വേണ്ടത്? മൗദൂദി തുടരുകയാണ്, ഇതര മതങ്ങളിലെന്ന പോലെ വെറും ചില പൂജകളോ വഴിപാടുകളോ തീർത്ഥയാത്രകളോ അല്ല ഇസ്ലാമിൻ്റെ ഇബാദത്തുകൾ. പ്രത്യുത മഹത്തായ ഒരു ഉദ്ദേശത്തെ മുൻനിർത്തി നമ്മെ ഒരുക്കുകയും മഹത്തായ ഒരു കൃത്യനിർവഹണത്തിനായി നമ്മെ പരിശീലിപ്പിക്കുകയുമാണ് വാസ്തവത്തിൽ അവ ചെയ്യുന്നത്. അപ്പോൾ ഈ നിസ്കാരവും നോമ്പും ഹജ്ജും സക്കാത്തും ഒക്കെ മറ്റൊരു ലക്ഷ്യം, ആ ലക്ഷ്യമാണ് യഥാർത്ഥ ലക്ഷ്യം. അതിനുവേണ്ടി നമ്മെ ഒരുക്കുകയാണ് പോൽ. ആ ഒരുക്കത്തെയും പരിശീലനത്തെയും കുറിച്ച് വേണ്ടുവോളം നാം പ്രതിപാദിച്ചു കഴിഞ്ഞു. ഇനി ആ ലക്ഷ്യം നിങ്ങളെ അറിയിക്കേണ്ട സമയം ആഗതമായിരിക്കുന്നു. ഇനി എന്താണ് ആ ലക്ഷ്യം എന്ന് അയാൾ പറയണം. ചുരുക്കത്തിൽ ഇത്രമാത്രം മനസ്സിലാക്കുക, മനുഷ്യന്റെ മേൽ മനുഷ്യന്റെ ആധിപത്യം ഉന്മൂലനം ചെയ്ത് അള്ളാഹുവിൻ്റെ മാത്രം ആധിപത്യം സ്ഥാപിക്കുക എന്നതാണ് ആ ലക്ഷ്യം. അഥവാ ഇവിടെ ഒരു ദൈവീക ഭരണം ഉണ്ടാക്കി തീർക്കുക എന്നതാണ്. അള്ളാഹുവിൻ്റെ അടിമകളുടെ നേതൃത്വം, നിയന്ത്രണവും സ്വയം ഏറ്റെടുക്കുകയും രഹസ്യവും പരസ്യവും അറിയുന്ന അള്ളാഹുവിൻ്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വരും എന്ന ബോധത്തോടെ അവൻ്റെ നിയമം അനുസരിച്ച് ഭരണകാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യുക എന്നത് നിങ്ങളുടെ മേൽ സ്വയം നിർബന്ധമായി തീർന്നിരിക്കുന്നു.
മൗദൂദി പറയണം. അപ്പോൾ ഒരു ദൈവികമായ മതരാഷ്ട്രം ഇവിടെ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് നമ്മുടെ എല്ലാവരുടെയും സൃഷ്ടിപ്പിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്നാണ് മൗദൂദി പറയുന്നത്. ഈ ലക്ഷ്യം പ്രാപിക്കാനുള്ള അശ്രാന്ത പരിശ്രമത്തിനും ത്യാഗത്തിനുമാണ് ഇസ്ലാമിന്റെ ഭാഷയിൽ ജിഹാദ് അഥവാ സമരം എന്ന് പറയുന്നത്. നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത് എന്നീ ആരാധന കർമ്മങ്ങൾ നിങ്ങളുടെ മേൽ നിർബന്ധമാക്കിയതിൽ ഈ ഒരു മുന്നൊരുക്കങ്ങളും പരിശീലനങ്ങളും ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഒരു രാജ്യം, ഒരു മതരാഷ്ട്രം ഉണ്ടാക്കാനുള്ള പരിശീലനത്തിന്റെ ഭാഗമാണ് പോൽ ഇവിടെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നിസ്കാരത്തിനും നോമ്പിനുമൊക്കെ നിർദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ പിന്നിലുള്ള ലക്ഷ്യം തന്നെ എന്താണ്? മതരാഷ്ട്രം ഉണ്ടാക്കലാണ് എന്ന് മൗദൂദിയുടെ ഖുതുബാത്തിന്റെ പരിഭാഷയിൽ കേരള ജമാഅത്തെ ഇസ്ലാമി അവരെഴുതി വെക്കുകയാണ്. അതിൻ്റെ 299 പേജിൽ കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ ഒരു മുസ്ലിമിന്റെ ജീവിത ലക്ഷ്യം തന്നെ മതരാഷ്ട്രം ഉണ്ടാക്കി തീർക്കുക എന്നതാണ്. എന്നിട്ട് അതേ പുസ്തകത്തിന്റെ 157 പേജിൽ കാണാം ബാങ്കിന്റെ ലക്ഷ്യം എന്താണ്. മൗദൂദി പറയുകയാണ്, ബാങ്കിന്റെ ശബ്ദം കേൾക്കുന്ന മാത്രയിൽ എല്ലാവരും താങ്കളുടെ സകല ജോലികളും നിർത്തിവെച്ച് പള്ളിയിലേക്ക് പുറപ്പെടണം എന്നാണ് കൽപ്പന. ഈ ക്ഷണം കേട്ട് നാനാഭാഗത്തു നിന്നും മുസ്ലിങ്ങൾ ദ്രുതഗതിയിൽ പുറപ്പെട്ട് ഒരു കേന്ദ്രത്തിൽ സമ്മേളിക്കുന്നു. തന്മൂലം അവരുടെ ഹൃദയത്തിൽ ഒരു സേനാവിഭാഗത്തിനുണ്ടാവുന്ന മനോവികാരം ഉത്ഭൂതമാകുന്നു. യോദ്ധാക്കൾ എവിടെയായിരുന്നാലും കാഹള ശബ്ദം കേൾക്കുന്ന മാത്രയിൽ സേനാനായകൻ വിളിക്കുന്നുണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നു. അതോടെ എല്ലാവരുടെയും ഹൃദയത്തിൽ സേനാധിപന്റെ ശാസനകൾ അനുസരിക്കുക എന്ന ഏക വിചാരവും വികാരവും ഐക്യരൂപവും ഉണ്ടായിത്തീരുന്നു. സുബ്ഹാനല്ലാഹ്. നമ്മളെ മുസ്ലിം പള്ളികളിൽ നിന്ന്, മസ്ജിദുകളിൽ നിന്ന് 5 നേരം ബാങ്ക് വിളി കേൾക്കുമ്പോൾ ആ ബാങ്കിന്റെ ലക്ഷ്യം ഒരു സേനയുടെ ചിട്ടവട്ടങ്ങളിലൂടെ ഈ സമുദായം വളർന്നു വരിക എന്നതാണ് പോൽ. മതരാഷ്ട്രം ഉണ്ടായിത്തീരുമ്പോൾ ആ രാഷ്ട്രത്തിന്റെ പട്ടാളക്കാരായി മാറേണ്ടവരാണ്. അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ്, അതിനുള്ള ആഹ്വാനമാണ് പള്ളിയിൽ നിന്ന് വരുന്നത് എന്ന് ജമാഅത്തെ ഇസ്ലാമിക്കാരൻ ഇവിടെ എഴുതി വെക്കുകയാണ്. ഇങ്ങനെ ജമാഅത്തെ ഇസ്ലാമി അവരുടെ മതരാഷ്ട്രവുമായി കടന്നു വരുമ്പോൾ ആ മതരാഷ്ട്രത്തെ അംഗീകരിച്ചവരാരൊക്കെയായിരുന്നു? മതരാഷ്ട്രത്തെ അംഗീകരിച്ചവർ മുസ്ലിം ബ്രദർഹുഡുകളുണ്ട്, അതുപോലെ മറ്റു തീവ്രവാദ പ്രസ്ഥാനങ്ങളുണ്ട്. ഇത് വളരെ വ്യക്തമായി അവരുടെയൊക്കെ പ്രസിദ്ധീകരണങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. മുസ്ലിം ബ്രദർഹുഡ്, അതുപോലെ മറ്റു തീവ്രവാദ പ്രസ്ഥാനങ്ങൾ, അവരുടെയെല്ലാം പ്രസിദ്ധീകരണങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി മൗദൂദിയുടെ ആശയങ്ങൾ നമുക്ക് ധാരാളം കാണാൻ കഴിയും. ഫീ ദിലാലിൽ ഖുർആൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം, ആ ഗ്രന്ഥം മൗദൂദിയുടെ ആശയം സ്വീകരിച്ചുകൊണ്ട് പുറത്തിറങ്ങിയ ഗ്രന്ഥമാണ്. അതിൽ പറയുന്നു, ഇന്നൽ ഇസ്ലാമ യതസാമഹു ഹാദ തസാമുഹ മഅ മുഖാലിഫീഹി ജിഹാറൻ ഫിൽ അഖീദ. ഇസ്ലാമിക വിശ്വാസത്തിന്റെ എതിർചേരിയിൽ നിൽക്കുന്ന അമുസ്ലിമീങ്ങളോട് ഇസ്ലാം പല വിഷയങ്ങളിലും ചെറിയ തരത്തിലുള്ള നീക്കുപോക്കുകൾ നടത്തുന്നുണ്ട്. അവരോട് പല വിഷയങ്ങളിലും മയമായ നിലപാട് ഇസ്ലാം സ്വീകരിക്കുന്നു. പക്ഷേ വലാകിന്നഹു ലാ യതസാമഹു ഹാദ തസാമുഹ മഅ മൻ യഖൂലൂനൽ ഇസ്ലാമ കലിമത്തൻ ബിൽ ലിസാൻ. നാവുകൊണ്ട് ഇസ്ലാം മുസ്ലിമാണെന്ന് പറയുന്നവരോട് ഈ ഒരു വിട്ടുവീഴ്ച ഇസ്ലാം ചെയ്യൂല. തുകദിബുൽ അഫ്ആലു ലാ യതസാമഹു മഅ മൻ യഖൂലൂന ഇന്നഹും യുവഹിദൂനല്ലാഹ വയുഷ്ഹിദൂന അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ثم يعترفون لغير الله بخاصية من خصائص الألوهية كالحاكمية والتشريع للناس فيهم أهل الكتاب بأنهم مشركون. في ظلال القرآن പറയണം, എന്താണ്? മുസ്ലിമാണെന്ന് പറയുകയും ഷഹാദത്ത് കലിമ ആവർത്തിച്ചാവർത്തിച്ച് ഉരുവിടുകയും ചെയ്ത് അങ്ങനെ മുസ്ലിമായി ജീവിക്കുന്ന ഇവിടുത്തെ മുസ്ലിമീങ്ങൾ, പക്ഷേ അവർ ദൈവീകമായ ഭരണവ്യവസ്ഥ അംഗീകരിക്കുന്നില്ല. ഇവിടെ മതരാഷ്ട്രവാദം അംഗീകരിക്കുന്നില്ല. അതിനു പകരം മറ്റു സംവിധാനങ്ങളെ, ജനാധിപത്യ സംവിധാനങ്ങളെ അനുസരിക്കുകയും ആ സംവിധാനങ്ങളോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ അവരോട് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യാൻ ഇസ്ലാം ഉദ്ദേശിക്കുന്നില്ല എന്നാണ്
ഈ ഫീ ദിലാലിൽ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നത്. അത് തന്നെയാണ് അൽ ഹഖുൽ മുബീൻ എന്ന് പറയുന്ന വേറൊരു ഗ്രന്ഥം, ജമാഅത്തെ ഇസ്ലാമിയുടെ അതേ ആശയം കടമെടുത്ത മറ്റൊരു ഗ്രന്ഥം. അതിൽ പറയുന്നു വയഖൂലു സ്വാലിഹിയ്യ ഫീ റിസാലത്തിൽ ഈമാൻ കുല്ലുൽ ഖവാനീനിൽ മുഖാലിഫത്തി ലിൽ ഇസ്ലാം, ഇസ്ലാമിനെ എതിരെ നിൽക്കുന്ന ഏതെല്ലാം ഘടനകളും വ്യവസ്ഥകളുമുണ്ടോ അതെല്ലാം ഫഹിയ ഖവാനീനു കുഫർ, അതെല്ലാം കുഫറിന്റെ നിയമങ്ങളാണ്. വകുല്ലു മൻ അഅദ്ദഹാ ഔ സാഹമ ഫീ ഇഅദാദിഹാ ഔ ജഅലഹാ തശ്രീആത്തിൻ വകുല്ലു മൻ തബഖഹാ ദൂന ഇഅ്തിറാദിൻ അലൈഹാ, ആ ഭരണവ്യവസ്ഥ തയ്യാറാക്കിയവർ, അതിനോട് സഹകരിച്ചവർ, അതിനോട് സഹകരിക്കുന്നവർ, അതിനോട് എതിർക്കാത്തവർ, അവരെല്ലാം ഫഹുവ കാഫിറുൻ, അവരെല്ലാം കാഫിറുകളാണ്. വഅലാ ഹാദാ, അതനുസരിച്ചുകൊണ്ട് ഫഇന്ന കുല്ല അഅ്ളാഇൽ ലജ്നതി മിനൽ മുസ്തശാരീന അല്ലദീന വദഉ ഹാദിഹി തശ്രീആതി, ഈ ജനാധിപത്യ സംവിധാനമാണെങ്കിൽ ആ സംവിധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരും അതിൻ്റെ ഘടകങ്ങളിൽ പ്രവർത്തിക്കുന്നവരും വകുല്ലു അഅ്ളാഇൽ ബർലമാൻ, പാർലമെന്റ് അംഗങ്ങളും അല്ലദീന സ്വദ്ദഖു വകുല്ലു മജ്ലിസിൽ വുസറാഇൽ ലദീന ഖദ്ദമഹാ, അതിനെ നേതൃത്വം നൽകുന്ന മന്ത്രിസഭാ അംഗങ്ങളും വറഈസുൽ ലദീ വഖഅ അലൈഹാ, അതിനു വേണ്ടി ഒപ്പുവെക്കുന്ന ഭരണാധികാരി പ്രസിഡന്റ് അവറുകളും വൽ ഖുലാത്തി, ജഡ്ജിമാരും വന്നിയാബത്തി വ മുഹഖിഖുശ് ശുർത്ത, പോലീസ് പട്ടാള ഉദ്യോഗസ്ഥന്മാരും, അങ്ങനെ തുടങ്ങി എല്ലാവരും ഇദാ കാനൂ ഗൈറ മുഅ്തദിലീന അലൈഹാ വഅഖലസൂ ഫീ അമലിഹിം ബിമുജിബിഹാ ഫഹും കുഫാർ, അങ്ങനെയുള്ള ആളുകൾ ഈ ജനാധിപത്യ സംവിധാനത്തെ അംഗീകരിച്ചുകൊണ്ട് അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അവരൊക്കെയും കാഫിറുകളാണ്, ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുന്നവരാണ്. വകുല്ലു ഫർദിൻ മിൻ അഫ്റാദി ശുഅബി റളിയ ബിഹാ ഔ ലം യുൻകിറുഹാ ഔ വഖഫ മൗഖിഫൽ ലാ മുബാലത മിൻഹാ ഫഹുവ കാഫിറുൻ. നിർത്തിയില്ല ഇദ്ദേഹം. ഈ വിഷയത്തിൽ ജനാധിപത്യ സംവിധാനത്തെ മനസ്സുകൊണ്ട് എതിർക്കാത്തവർ, അതിനെ അംഗീകരിക്കുന്നവരാരൊക്കെയുണ്ടോ അവരൊക്കെയും ഇസ്ലാമിൽ നിന്നും പുറത്തുപോയവരാണ്. ലിഅന്ന കുല്ല ഹഉലാഇ ഖദ് ഫളലു ശരീഅത്തൽ ബശരി അലാ ശരീഅത്തില്ലാഹ്, കാരണം അവർ അള്ളാഹുവിൻ്റെ ദൈവീക ഭരണവ്യവസ്ഥക്കപ്പുറത്തേക്ക് മനുഷ്യരുടെ ഭരണവ്യവസ്ഥയെ മഹത്വവൽക്കരിച്ചവരാണ്. വഹാദാ കുഫുറുൻ ലിഅന്നഹും ഇത്തഖദു ആലിഹത്തൻ ഗൈറല്ലാഹി, അവർ അല്ലാഹു അല്ലാത്ത വേറെ ദൈവത്തെ ആരാധിച്ചു. വഹകമു ബിഗൈരി മാ അൻസലല്ലാഹ്, അല്ലാഹുവിൻ്റെ നിയമമല്ലാത്ത നിയമത്തെ അവർ അംഗീകരിച്ചു എന്നതാണ്. നോക്കൂ നിങ്ങൾ, എത്രമാത്രം അപകടകരമായ ആശയമാണ്. ഇതേ ആശയമാണ് ജമാഅത്തെ ഇസ്ലാമിക്കാരൻ കേരളത്തിൽ പറയുന്നത്. ഇതുവരെ അവർ പറഞ്ഞുകൊണ്ടുവന്നതും അത് തന്നെയാണ്. ഇതേ ആശയം തന്നെയാണ് ഈ മൗലവിമാര് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മൗദൂദികളുടെ ഈ മതരാഷ്ട്രവാദം അംഗീകരിച്ചത് ബ്രദർഹുഡ് അടക്കമുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങളാണ്. നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ഇവിടെയുള്ള ജനാധിപത്യ സംവിധാനത്തെ, അതിനെ എങ്ങനെയെല്ലാം അതിനോട് ചേർന്ന് നിൽക്കാൻ കഴിയും, ആ രൂപത്തിൽ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയും കാത്ത് സംരക്ഷിച്ചുകൊണ്ടാണ് എക്കാലത്തും മുസ്ലിം സമുദായം മുന്നോട്ട് വന്നിട്ടുള്ളത്. മുസ്ലിം പണ്ഡിതന്മാരും അതുപോലെ മഹാന്മാരായ ഔലിയാക്കളുമെല്ലാം ഈ മഹത്തായ രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതക്കും അതിനെ സംരക്ഷണം നൽകിക്കൊണ്ടാണ്. ഇന്ത്യ രാജ്യത്തേക്ക് സാമ്രാജ്യത്വ ശക്തികൾ കടന്നു വന്നപ്പോൾ, ബ്രിട്ടീഷുകാർ കടന്നു വന്നപ്പോൾ അവർക്കെതിരെ ശക്തമായി പോരാട്ടം നയിച്ചവരിൽ, നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളിൽ മഹാന്മാരായ നമ്മുടെ പണ്ഡിതന്മാരും മഹത്തുക്കളായ ഔലിയാക്കളുമുണ്ട്. മമ്പുറന്നങ്ങൾ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ, വെളിയങ്കോട് ഉമർ ഖാലി തങ്ങൾ നികുതി നിഷേധ പ്രസ്ഥാനം രൂപീകരിച്ചുകൊണ്ട് വൈദേശിക ആധിപത്യ ശത്രുക്കൾക്കെതിരെ അതിശക്തമായ ആട്ടം നടത്തിയിട്ടുണ്ട്. ങ്ങളിൽ മുഖ്യ പങ്കാളികളായി മാറുകയും ചെയ്തവരാണ് നമ്മുടെ മഹാന്മാരായ നമ്മുടെ നേതാക്കൾ. എന്നാൽ ഇത്തരത്തിലുള്ള മതരാഷ്ട്രവാദം കൊണ്ടുവന്ന് ജനാധിപത്യ സംവിധാനത്തെ പൂർണ്ണമായും അവഗണിക്കുകയും അതിനോട് ഒരു തരത്തിലും
സന്ധിയാകാൻ പറ്റില്ല എന്നും ഒരു തരത്തിലുള്ള സഹകരണവും പാടില്ല എന്നും ഇവിടെ എഴുതുകയും പറയുകയും ചെയ്തത് ജമാഅത്തെ ഇസ്ലാമിക്കാരാണ്. വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ വ്യക്തമായ ഭരണ സംവിധാനത്തെ സംബന്ധിച്ചും നിയമവ്യവസ്ഥയെ സംബന്ധിച്ചും പറയുന്നുണ്ട്. പക്ഷേ അതേ മുസ്ലിമീങ്ങൾ ഉള്ളിടത്തെല്ലാം ആ ഇസ്ലാമിക ഭരണ സംവിധാനം കൊണ്ടുവരണമെന്ന് ഒരിക്കലും ഇസ്ലാം പറയുന്നില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു രാജ്യത്ത് മുസ്ലിം ഭരണവ്യവസ്ഥ, മുസ്ലിം രാഷ്ട്രം ഉണ്ടായി വന്നാൽ അവിടെ എങ്ങനെയാണ് ഭരണം നടത്തേണ്ടത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ദിശാബോധം ഇസ്ലാം നൽകുന്നുണ്ട്. എന്നാൽ മുസ്ലിങ്ങൾ ഉള്ളിടത്തെല്ലാം ഇസ്ലാമിക ഭരണം കൊണ്ടുവരണമെന്ന ഒരു വാദം ഇസ്ലാമിന് ഇല്ല. അതാണ് യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഒരു ഉദാഹരണം പറയാം. വിശുദ്ധ ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നാണ് സക്കാത്ത് കൊടുക്കുക എന്നുള്ളത്. സക്കാത്ത് കൊടുക്കുക എന്നത് ഇസ്ലാം കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. എന്നാൽ മുസ്ലിം എവിടെയുണ്ടോ അവരൊക്കെയും സക്കാത്ത് കൊടുക്കണമെന്നുണ്ടോ? ഇല്ല. സക്കാത്ത് കൊടുക്കാൻ യോഗ്യരായവർ ഉണ്ടാകുമ്പോൾ അവർ സക്കാത്ത് കൊടുക്കണം. അപ്പോൾ എങ്ങനെ കൊടുക്കണം, ആർക്ക് കൊടുക്കണം, എത്ര കൊടുക്കണമെന്ന് ഇസ്ലാമിക നിയമം പറയുന്നു. എന്നാൽ അതിന് സാധിക്കാത്തവന് അത് ബാധകമല്ലതാനും. എന്നതുപോലെ ഇസ്ലാമിക നിയമവും രാഷ്ട്രവും ഉണ്ടായിത്തീർന്നാൽ അവിടെ എങ്ങനെയാണ് ഭരണം നടത്തേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഇസ്ലാമിന് കൃത്യമായ വീക്ഷണമുണ്ട്. അതല്ലാതെ എല്ലായിടത്തും ഇസ്ലാമിക ഭരണം കൊണ്ടുവരികയും ജനാധിപത്യ സംവിധാനത്തെയും ആ രാഷ്ട്രീയ സംവിധാനത്തെയും എല്ലാം മറികടന്ന് ഇവിടെ പ്രവർത്തിക്കണമെന്ന് ഒരിക്കലും ഇസ്ലാം പറഞ്ഞിട്ടില്ല. മതരാഷ്ട്രവുമായി വന്ന മൗദൂദിയെ പിന്തുണച്ചത് ബ്രദർഹുഡ് ഞാൻ പറഞ്ഞല്ലോ. ഇബാദത്തൊരു സമഗ്ര പഠനം എന്ന ഒരു പുസ്തകം പേജ് നമ്പർ 68 അത് ജമാഅത്തെ ഇസ്ലാമിക്കാർ തന്നെ തുറന്നു പറയുന്നുണ്ട്. ആ പുസ്തകത്തിൽ എഴുതുകയാണ്, ഇതിൽ പ്രധാന പങ്ക് വഹിച്ച മഹത് വ്യക്തിത്വങ്ങളാണ് ഇമാം ഹസനുൽ ബന്ന, സയ്യിദ് മൗദൂദി, സയ്യിദ് ഖുതുബ് എന്നിവർ. സയ്യിദ് ഖുതുബ് ആരായിരുന്നു? മുസ്ലിം ബ്രദർഹുഡ് ആശയം വേറിയ ആളായിരുന്നു. അപ്പൊ അദ്ദേഹമാണ് ഈ മതരാഷ്ട്രവാദം കൊണ്ടുവരുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത്. പരേതരുടെ മേൽ അള്ളാഹു കൂടുതൽ കാരുണ്യങ്ങൾ വർഷിക്കുമാറാകട്ടെ. ഹാക്കിമിയത്തെ ഇലാഹ്, ഹാക്കിമിയത്തുല്ലാഹി, ഹുക്കൂമത്തെ ഇലാഹ്, അൽ ഹുക്കൂമത്തിൽ ഇലാഹിയ, ലാ ഹാക്കിമ ഇല്ലല്ലാ തുടങ്ങിയ വാക്കുകളിൽ പൊതുവെ അറിയപ്പെടുന്ന ഈ ആശയം സയ്യിദ് മൗദൂദി ആവിഷ്കരിച്ചതും സയ്യിദ് ഖുതുബ് പിൻബലം നൽകിയതും നവീന ഇസ്ലാമിസ്റ്റുകൾ പ്രചരിപ്പിക്കുന്നതും ഇറാനിൽ നടപ്പിൽ വരുത്തിയതും പാകിസ്ഥാൻ, ഈജിപ്ത് തുടങ്ങിയ മുസ്ലിം നാടുകളിൽ നടപ്പിലാക്കാൻ ഇസ്ലാമിസ്റ്റുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഒരു പുതിയ ആശയമാണ്. അപ്പൊ ഇവർ പറയുന്ന ഈ ഹുക്കൂമത്തെ ഇലാഹി എന്ന് പറയുന്ന ആശയം ഈ തരത്തിലൊക്കെ മൗദൂദി തുടങ്ങിവെച്ചു. സയ്യിദ് ഖുതുബ് ബ്രദർഹുഡിന്റെ നേതാവ്, അദ്ദേഹം അതിന് പിൻബലം നൽകി. അങ്ങനെ പല സ്ഥലങ്ങളിലും ഈ ആശയം നടപ്പിലാക്കാൻ ശ്രമിച്ചു. എന്നിട്ട് അതേ പുസ്തകം തന്നെ പറയുകയാണ്, അതേസമയം ഇസ്ലാമിൽ അങ്ങനെയൊന്നില്ല എന്നൊരു ദുഷ്പ്രചരണം വളരെ ശക്തമായും വിപുലമായും അഴിച്ചുവിടപ്പെടുന്നുണ്ട്. അപ്പൊ ലോകമൊട്ടാകെ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ മഹാന്മാരായ പണ്ഡിതന്മാർ നിങ്ങൾ ഈ പറയുന്ന മതരാഷ്ട്രവാദം ഇസ്ലാമിൽ ഇല്ല എന്ന് വളരെ കൃത്യമായി പ്രമാണങ്ങൾ സഹിതം ഇവിടെ പറയുന്നുണ്ട്. വളരെ കൃത്യമായി പ്രമാണങ്ങൾ സഹിതം നമ്മുടെ പണ്ഡിതന്മാരെന്നും പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് നമുക്കിപ്പോഴും പറയാനുള്ളത്. ഇവിടെ ജനാധിപത്യ സംവിധാനങ്ങൾ മുഴുവനും തകർത്തെറിഞ്ഞ് ഒരു മതരാഷ്ട്രം നിലവിൽ വന്നെങ്കിലേ ഈമാനും ഇസ്ലാമും പൂർണ്ണമാകൂ എന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ വാദം തീർത്തും നിരർത്ഥകവും ഇസ്ലാമിക വിരുദ്ധവുമാണ് എന്ന് വളരെ കൃത്യമായി പണ്ഡിതന്മാരെ കാലവും പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഇബാദത്തൊരു സമഗ്ര പഠനം എന്ന പുസ്തകത്തിന്റെ 68-ാമത്തെ പേജിൽ അവർ എഴുതി വെക്കുന്നത്. ഇനി നോക്കൂ നിങ്ങൾ, ദീൻ എന്ന് പറഞ്ഞാൽ തന്നെ മൗദൂദിക്ക് സ്റ്റേറ്റാണ്, ഭരണവ്യവസ്ഥതയാണ്. ദീൻ എന്നതിൻ്റെ പര്യായമായിട്ടാണ് അദ്ദേഹം സ്റ്റേറ്റിനെ ഉപയോഗപ്പെടുത്തുന്നത്. മൗദൂദിയുടെ ഖുതുബയുടെ പ്രഭാഷണങ്ങളുടെ പരിഭാഷ ഖുതുബാത്ത് മലയാളം പതിപ്പ് പേജ് 378 കാണാം.
മൗദൂദി പറയാണ്, ദീൻ എന്നാൽ യഥാർത്ഥത്തിൽ സ്റ്റേറ്റ് ആണെന്നും ശരീഅത്ത് എന്നാൽ ആ സ്റ്റേറ്റിന്റെ നിയമവ്യവസ്ഥയാണെന്നും ആ നിയമ പദ്ധതി അനുസരിച്ച് ജീവിതം നയിക്കുന്നതിനാണ് ഇബാദത്ത് എന്ന് പറയപ്പെടുന്നതുമുള്ള വസ്തുത വ്യക്തമായി തീരുന്നതാണ്. അപ്പൊ ദീൻ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റാണ്, ശരീഅത്ത് എന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റിന്റെ അഥവാ മൗദൂദി സ്വപ്നം കാണുന്ന മതരാഷ്ട്ര നിയമങ്ങളാണ്. ആ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നതിനാണ് ഇബാദത്ത് എന്ന് പറയുന്നത് എന്ന് മൗദൂദി പറയുകയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല, ദീനിന്റെയും സ്റ്റേറ്റിന്റെയും വിവക്ഷ ഒന്നു തന്നെയാണെന്ന് മൗദൂദി തൻ്റെ കശ്മകസ് അതിൻ്റെ 3-ാം വോള്യം 130-ാമത്തെ പേജിൽ പറയുന്നു. അപ്പോൾ ഈ തരത്തിൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ, ദീൻ എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രമാണെന്നും ആ രാഷ്ട്രത്തിൻ്റെ നിയമത്തെ അംഗീകരിക്കലാണ്, അഥവാ ഇവർ മനസ്സിൽ കാണുന്ന ആ മതരാഷ്ട്ര നിയമങ്ങളെ അംഗീകരിക്കലാണ് ശരീഅത്ത് എന്നും പറയുന്നത് ഒരിക്കലും ശരിയല്ല എന്ന് വളരെ കൃത്യമായി നാം പറഞ്ഞു കഴിഞ്ഞു. അത് എക്കാലവും അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാര് പറഞ്ഞു വരുന്നതാണ്. എന്നാൽ നോക്കൂ നിങ്ങൾ, ഇതേ ആശയം തന്നെ പ്രബോധനം വാരികയിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരും പറയുന്നുണ്ട്. 2006 മെയ് 20 പുറത്തിറങ്ങിയ പ്രബോധനം, അതിൻ്റെ പേജ് നമ്പർ 29, അതിൽ പറയുന്നു, ഇസ്ലാമിക ഭരണം അഥവാ ഹുക്കൂമത്തെ ഇലാഹി കൂടാതെ സത്യദീനിന്റെ വിജയം സാധ്യമല്ല. പ്രബോധനം എഴുതുകയാണ്, നമ്മുടെ നാട് അംഗീകരിച്ച രാഷ്ട്രീയ വ്യവസ്ഥിതിയിൽ നിയമനിർമ്മാണത്തിന്റെ പരമാധികാരം ജനങ്ങൾക്കാണ്. ജനാധിപത്യ സംവിധാനത്തിൽ അങ്ങനെയാണല്ലോ. ആരെ തിരഞ്ഞെടുക്കണമെന്നതിൻ്റെ പരമാധികാരികൾ ജനങ്ങളാണ്, അഥവാ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾക്കാണ്. അതിനാൽ ഇവിടെ നിലനിൽക്കുന്ന വ്യവസ്ഥ അനിസ്ലാമികമാണ് അഥവാ ജാഹിലിയത്താണ്. അപ്പോൾ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഇവിടെയുള്ള സംവിധാനങ്ങൾ, ആ സംവിധാനങ്ങൾ, ഇവിടത്തെ ഭരണവ്യവസ്ഥിതികൾ, ജനാധിപത്യ സംവിധാനങ്ങൾ, അതൊക്കെ ഇസ്ലാമിക വിരുദ്ധമാണ് എന്നാണ് ജമാഅത്തെ ഇസ്ലാമിക്കാരൻ പറഞ്ഞു വരുന്നത്. അങ്ങനെ എത്രയോ സ്ഥലങ്ങളിൽ അവർ ഈ വസ്തുത ജമാഅത്തെ ഇസ്ലാമിക്കാരൻ അവൻ എഴുതി വച്ചു. ഇവിടെയുള്ള മുസ്ലിമീങ്ങൾ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതുപോലെ അവരുടെ ഭരണഘടനയിൽ എഴുതി വച്ചു, ജമാഅത്ത് മെമ്പറായി കഴിഞ്ഞാൽ പിന്നെ തെരഞ്ഞെടുപ്പിലോ രാഷ്ട്രീയത്തിലോ അതുപോലെ ഉദ്യോഗത്തിലോ കയറാനോ ഒന്നും പാടില്ല എന്ന് ഇവരിവിടെ എഴുതി വച്ചു. അതുകൊണ്ട് തന്നെ വലിയ തരത്തിൽ ഇവിടുത്തെ സമുദായം പിന്നോക്കമായി പോകാൻ അതൊരു കാരണമായി. ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടന പേജ് നമ്പർ 15-16 2005 പുറത്തിറങ്ങിയ ഭരണഘടനയാണ്. അതിൽ പറയുന്നതായി കാണാൻ കഴിയും, ദൈവീകമല്ലാത്ത ഏതെങ്കിലും ഭരണവ്യവസ്ഥിതിയിൽ താൻ വല്ല കുഞ്ചിക സ്ഥാനവും വഹിക്കുന്നവനായോ അതിൻ്റെ നിയമനിർമ്മാണ സഭയിലെ അംഗമായോ അതിൻ്റെ കോടതി വ്യവസ്ഥയ്ക്ക് കീഴിൽ ന്യായാധിപ സ്ഥാനത്ത് നിയമിക്കപ്പെട്ടവനോ ആണെങ്കിൽ ആ സ്ഥാനം കൈയൊഴിയുക. ജമാഅത്ത് ഇസ്ലാമിക്ക് എഴുതി വെച്ചതാണ്. ഈ ആശയം ഉറുദുവിലാണ് മൗദൂദി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഉറുദുവിലാണ് അതിൻ്റെ പുസ്തകങ്ങളല്ല, ഏകദേശ പുസ്തകങ്ങളുള്ളത്. അതിൻ്റെ പരിഭാഷയാണ് ഞാൻ വായിച്ചത്. അതുകൊണ്ട് തന്നെ ഉറുദുവിലുള്ള ഈ ആശയം പ്രചരിപ്പിച്ചതുകൊണ്ട് ഉത്തരേന്ത്യയിലുള്ള മുസ്ലിം സമുദായം വലിയ ഒരളവിൽ പിന്നോക്കക്കാരാകാൻ ഇത് കാരണമായി. ജനാധിപത്യ സംവിധാനത്തോട് പുറംതിരിഞ്ഞു നിന്നു, ഉദ്യോഗതലത്തോട് പുറംതിരിഞ്ഞു നിന്നു. ഇതൊക്കെയാണ് തൗഹീദ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് നമ്മുടെ സമുദായത്തിലെ നല്ലൊരു ശതമാനം ആളുകളും പിന്നോക്കത്തിലായി പോകാൻ അത് കാരണമായി. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ ഹുക്കൂമത്തെ ഇലാഹി എന്ന് പറയുന്ന ഒരു ആശയം, ജനാധിപത്യ സംവിധാനത്തെ വെല്ലുവിളിക്കുന്ന ഒരു ആശയം ഇവിടെ പറയുകയും എഴുതുകയും ചെയ്ത ജമാഅത്തെ ഇസ്ലാമിക്കാർ ആ ആശയത്തിൽ നിന്ന് അവർ പിന്നോട്ട് പോവുകയാണ്. അത് തുറന്ന് പറയുകയാണ് ജമാഅത്തിന്റെ ഒരു നേതാവ്. പണ്ട് പറഞ്ഞത് പലതും പിന്നെ മാറ്റി എന്നതാണ്. ഇതാണ് വലിയ പ്രശ്നം. ജനാധിപത്യത്തെ കുറിച്ച് പണ്ട് ശിർക്കാണ് എന്ന് പറഞ്ഞു, ഇപ്പം പറയുന്നു ജനാധിപത്യ ഭരണം വരണമെന്ന്. സെക്യുലറിസത്തെ കുറിച്ച് പണ്ട് ശിർക്കാണ് ഗുഫ്രാനി എന്ന് പറഞ്ഞു, ഇപ്പോൾ സെക്യുലറിസ്റ്റുകളെ കൂട്ടുപിടിക്കുന്നു. ഇതാണ് വേറൊരു പ്രശ്നം.
ദേശീയതയെ തള്ളിക്കളഞ്ഞു, ഇപ്പോൾ ദേശീയ സുരക്ഷയ്ക്ക് വേണ്ടി വാദിക്കുന്നു. ഇതാണ് മറ്റൊരു പ്രശ്നം. വോട്ട് ചെയ്യൽ ശിർക്കാണ് എന്ന് പണ്ട് പറഞ്ഞു, ഇപ്പോൾ വോട്ട് ചെയ്യാൻ അനുവദിക്കുന്നു, വോട്ട് പിടിക്കുന്നു, വോട്ട് ചെയ്യിക്കുന്നു. ഇതാണ് വേറൊരു പ്രശ്നം. സർക്കാർ ജോലി ചെയ്യരുത് എന്ന് പണ്ട് പറഞ്ഞു, ഇപ്പോൾ ചെയ്യണമെന്ന് പറയുന്നു. ചെയ്യാൻ വേണ്ടി സമരം ചെയ്യുന്നു, സർക്കാർ വകുപ്പുകൾക്ക് പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് മറ്റൊരു പ്രശ്നം. ഇങ്ങനെ ജമാഅത്തെ ഇസ്ലാമി പണ്ട് പറഞ്ഞത് പിന്നെ പറയും, പിന്നെ പറയുന്നില്ല, മാറ്റി പറയും. ജമാഅത്തെ ഇസ്ലാമി പണ്ട് പറഞ്ഞത് എന്താണ്, പിന്നെ പറഞ്ഞത് എന്താണ്, മാറ്റി പറഞ്ഞത് എന്താണ്, ഇത് ഞാൻ വിശദീകരിക്കും, വളരെ വിശദമായിട്ട് തന്നെ പറയും. പക്ഷേ ഇത് ജമാഅത്തെ ഇസ്ലാമിന്റെ മാത്രം തെറ്റാണോ? ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ മാത്രം തെറ്റാണോ? ജമാഅത്തെ ഇസ്ലാമി മാറ്റിയിട്ടുണ്ട്. നേരത്തെ ഷിർക്കാണെന്ന് പറഞ്ഞത് പിന്നെ ഷിർക്കല്ല എന്ന് പറഞ്ഞു. നേരത്തെ വോട്ട് ചെയ്യൽ ഷിർക്കായിരുന്നു, പിന്നീട് അത് ഷിർക്കല്ല എന്ന് പറഞ്ഞു. അപ്പൊ തൗഹീദിനെ മാറ്റിയിട്ടുണ്ട് എന്ന് അദ്ദേഹം അംഗീകരിക്കുകയാണ്. അതിനെ ന്യായം പറയുന്നതോ അത് ജമാഅത്തെ ഇസ്ലാമി മാത്രമല്ല, മറ്റു പലരും അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇവരുടെ തെളിവാണിപ്പത്, ഇവർ തെളിവിന്റെ കോലമാണ്. ജമാഅത്തെ ഇസ്ലാമി മാത്രമാണോ അങ്ങനെ ചെയ്ത് നാം ഉപയോഗിക്കുന്നത്? വേറെയും പലരും ചെയ്തിട്ടുണ്ട്. ആ ചെയ്തതുകൊണ്ടാണ് ഈ തൗഹീദ് ഇവർ ഷിർക്കാക്കി മാറ്റിയത്, ഷിർക്കിനെ പിന്നെ തൗഹീദായി മാറ്റിയത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. എന്നാൽ നിങ്ങൾ നോക്ക്, ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് എന്ന് പറയുന്ന ഇവരുടെ അമീർ, അദ്ദേഹം പറയുന്നു, മുഹമ്മദ് കാരക്കുന്ന് എന്ന് പറഞ്ഞു, ഇന്നും ഷിർക്കാണ്, ഇന്നലെ ഷിർക്കാണ്, നാളെ ഷിർക്കാണ്. എന്താ ഷിർക്കാന്ന് പറഞ്ഞത്? ഒരു സംശയങ്ങൾക്ക് വേണ്ട. ഒരാൾ ദൈവേതര ഭരണവ്യവസ്ഥയ്ക്ക് കീഴിൽ, കേട്ടോളൂ, ദൈവേതര ഭരണവ്യവസ്ഥയ്ക്ക് കീഴിൽ ദൈവേതര ഭരണവ്യവസ്ഥ നടത്തുന്നതിനായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും അസംബ്ലിയിൽ പോവുകയും ചെയ്യുന്ന പക്ഷം അത് തൗഹീദിന് വിരുദ്ധവും അനനുവദനീയവുമാണ്. ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി 27 വർഷം എന്നതാണ് ഉദ്ധരിച്ചത് നമ്മളെ സാക്ഷാൽ മുജാഹിദികളുടെ പത്രം. എന്താ സംഭവം? അനിസ്ലാമിക വ്യവസ്ഥ, അല്ലെങ്കിൽ ദൈവേതര വ്യവസ്ഥ, അല്ലെങ്കിൽ ജാഹിലിയ വ്യവസ്ഥ, അല്ലെങ്കിൽ താവൂത്ത് വ്യവസ്ഥ, എന്ത് വന്നാലും വേണ്ട, അള്ളാഹുവിന്റെ വ്യവസ്ഥ അല്ലാത്ത വ്യവസ്ഥ, ആ വ്യവസ്ഥ സ്ഥാപിക്കാനോ നിലനിർത്താനോ ഉദ്ദേശിച്ചോ ലക്ഷ്യം വെച്ചോ ഇലക്ഷനിൽ പങ്കെടുക്കുന്നോ വോട്ട് രേഖപ്പെടുത്തുന്നോ ഷിർക്കാണ്, തൗഹീദിനെതിരാണ്, അനിസ്ലാമികമാണ്. ഇന്നലെയാണ്, ഇന്നാണ്, നാളെയാണ്, മറ്റന്നാളുമാണ്, കേമനാൾ വരെയാണ്, മാറൂല. ഒന്നുകൂടി നിങ്ങൾ പറഞ്ഞോളൂ. അനിസ്ലാമിക വ്യവസ്ഥ, അല്ലെങ്കിൽ ദൈവേതര വ്യവസ്ഥ, അല്ലെങ്കിൽ ജാഹിലിയ വ്യവസ്ഥ സ്ഥാപിക്കാനോ നിലനിർത്താനോ ഉദ്ദേശിച്ചോ ലക്ഷ്യം വെച്ചോ ഇലക്ഷനിൽ പങ്കെടുക്കുന്നോ വോട്ട് രേഖപ്പെടുത്തുന്നോ തൗഹീദിനെതിരാണ്, അനനുവദനീയമാണ്, നിഷിദ്ധമാണ്, പാടില്ലാത്തതാണ്. വളരെ വ്യക്തമായി ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് പറയാണ്. എന്താണ് അയാൾ പറയുന്നത്? ജമാഅത്തെ ഇസ്ലാമി ഈ മതരാഷ്ട്രവാദത്തിൽ നിന്നും തെല്ലും പിറകോട്ട് പോയിട്ടില്ല. ആ ജമാഅത്തെ ഇസ്ലാമിയുടെ പണ്ടത്തെ നിലപാട്, അഥവാ ജനാധിപത്യ സംവിധാനത്തിൽ വോട്ട് ചെയ്യൽ ഷിർക്കാണെന്ന് പറയുന്നത്, ഉദ്യോഗസ്ഥനാകുന്നത് ഷിർക്കാണെന്ന് പറയുന്നത്, അതുപോലെ ജനാധിപത്യ സംവിധാനത്തിനോട് ചേർന്ന് സഹകരിച്ചു പോകുന്നത് ഇസ്ലാമിക വിരുദ്ധമാണെന്ന് പറയുന്ന ആശയം ഒരിക്കലും മാറ്റിയിട്ടില്ല, ഇനി മാറ്റുകയില്ല, ഖിയാമത്ത് നാൾ വരെ മാറ്റുകയില്ല എന്നാണ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് എന്ന് പറയുന്ന ജമാഅത്ത് അമീർ പറയുന്നത്. നേരത്തെ മറ്റാൾ പറഞ്ഞതോ? മറ്റാൾ പറഞ്ഞത് ഞങ്ങൾ മാറ്റിയിട്ടുണ്ട്, അവസരത്തിനൊപ്പിച്ച് നമ്മൾ ഷിർക്കിനെ തൗഹീദാക്കിയിട്ടുണ്ട്, തൗഹീദിനെ ഷിർക്കുമാക്കിയിട്ടുണ്ട്. എന്താ കാരണം? അത് ഞങ്ങൾ മാത്രമല്ല, വേറെയും കുറെ ആളുകൾ അത് ചെയ്യുന്നു എന്നാണ്. തൗഹീദിനെയും അതുപോലെ ഷിർക്കും കൊണ്ട് കളിക്കുന്ന കളികളാണ് നമ്മൾ കാണുന്നത്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഈ പണ്ടത്തെ ആശയത്തിൽ നിന്ന് ജമാഅത്തെ ഇസ്ലാമി പിറകോട്ട് പോയി എന്നാണ് ഇപ്പോൾ അവർ പറയുന്നത്. അത് വെറുതെ ഒരു വാചാടോപം മാത്രമാണെന്നാണ് ഷെയ്ഖ് മുഹമ്മദ് പറയുന്നത്. ഷെയ്ഖ് മുഹമ്മദ് പറയുകയല്ല, അദ്ദേഹം എഴുതുകയും ചെയ്തു. എന്താണ്? ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം രാഷ്ട്രീയമാണെന്നും അതിനാൽ അത് മതസംഘടനയല്ലെന്നും ഈ വിഭാഗം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളെക്കുറിച്ച് പറയാണ് ജമാഅത്തെ ഇസ്ലാമി ഒരു രാഷ്ട്രീയ സംഘടനയാണ്. അപ്പൊ അയാൾ അതിന് മറുപടി പറയണം. എന്നാൽ കഴിഞ്ഞ 32 വർഷങ്ങൾക്കിടയിൽ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരംഗവും MP-യോ MLA-യോ എന്ന് വേണ്ട പഞ്ചായത്ത് മെമ്പർ പോലുമായിട്ടില്ല, ആകാൻ ശ്രമിച്ചിട്ടുമില്ല. രാഷ്ട്രീയ ലക്ഷ്യമായിരുന്നുവെങ്കിൽ ഇഖാമത്തുദ്ദീനിന് പകരം നിലവിലുള്ള ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ മുദ്രാവാക്യം അംഗീകരിച്ച് അവരോടൊപ്പം ചേരുകയാണ് വേണ്ടിയിരുന്നത്. എന്നാൽ നിലവിലുള്ള ഭരണവ്യവസ്ഥ നടത്തിക്കൊണ്ടുപോവാൻ നിർബന്ധിച്ച് ഏൽപ്പിച്ചാൽ പോലും ജമാഅത്ത് അതിന് തയ്യാറാവുകയില്ല. നോക്കൂ നിങ്ങൾ, ജമാഅത്ത് ഇസ്ലാമി
ജമാഅത്തെ ഇസ്ലാമിക്കാരോട് ഇപ്പം നിങ്ങളൊന്ന് മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കണമെന്ന് നിർബന്ധിച്ച് പറഞ്ഞാലും അവരത് ഏറ്റെടുക്കൂല എന്നാണ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് എഴുതിയത്. എന്നാൽ ഇപ്പോ UDF ഞങ്ങളാണ് പിന്തുണ കൊടുത്തത്, ഇനി ഭാവിയിൽ ഞങ്ങൾ പിന്തുണ കൊടുക്കും എന്ന് പറഞ്ഞ് ഭരണത്തിന് വേണ്ടി, ഭരണത്തിന്റെ അപ്പകഷ്ണത്തിന് വേണ്ടി ഓടി നടക്കുകയാണ് ഇപ്പോഴുള്ള ജമാഅത്തെ ഇസ്ലാമിക്കാർ. എത്ര വലിയ വൈരുദ്ധ്യമാണ്! ഇനി നോക്ക് നിങ്ങൾ, ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദം ചർച്ചയായി വലിയ തോതിൽ അത് ചർച്ചയ്ക്ക് വന്നപ്പോൾ ഇവർ ജമാഅത്തെ ഇസ്ലാമി സ്ഥാപകനായ മൗദൂദി സാഹിബിനെ തള്ളുന്നു എന്ന് പറഞ്ഞ് ഇവര് പറയുന്ന ഒരു വാചകമുണ്ട്. അതൊന്ന് കേൾക്കുക ആദ്യം, എന്നിട്ട് ഞാൻ പറയാം. ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപക നേതാവ് എന്നുള്ള നിലയിൽ സയ്യിദ് മൗദൂദിയോട് ജമാഅത്തെ ഇസ്ലാമിക്ക് കടപ്പാടുണ്ട്. അതേ അവസരത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രമാണം എന്ന് പറയുന്നത് സയ്യിദ് മൗദൂദിയുടെ ലിഖിതങ്ങളോ സയ്യിദ് മൗദൂദിയുടെ വീക്ഷണങ്ങളോ അല്ല. ഖുർആനും പ്രവാചകചര്യയുമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ മൗലിക പ്രമാണങ്ങൾ. ഇത് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ വ്യക്തമാക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് വ്യക്തമാക്കുകയാണ്. അപ്പൊ നോക്കൂ, നിങ്ങള് വലിയ വഞ്ചനയാണ് നടത്തുന്നത്. മതരാഷ്ട്രവാദം കൊണ്ടുവന്ന് പൊതുസമൂഹത്തിൽ എളിഭ്യരായിപ്പോയ ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ ഇപ്പോൾ രാഷ്ട്രീയ അപ്പകഷ്ണത്തിന് വേണ്ടി ഓടി നടക്കുമ്പോൾ തങ്ങൾ മുമ്പ് പറയുകയും എഴുതി വെക്കുകയും ചെയ്തിട്ടുള്ള അപകടകരമായ ഈ മതരാഷ്ട്രവാദത്തെ മറച്ചു പിടിക്കാൻ വേണ്ടിയുള്ള കൗശലമാണ് ഇദ്ദേഹം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താ പറഞ്ഞത്? ഇത് എപ്പോഴെങ്കിലും ഒന്ന് പറയണ്ടേ എന്ന് പറഞ്ഞിട്ട് ആ മുപ്പര് പറയുന്നത് അതൊരു കബളിപ്പിക്കലാണ്. ഇതിലെന്താ അദ്ദേഹം പറഞ്ഞത്? ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രമാണം മൗദൂദിയുടെ ലിഖിതങ്ങളോ വാക്കുകളോ അല്ല എന്നാണ്. അത് അങ്ങനെയാണ് എന്ന് ജമാഅത്തെ ഇസ്ലാമി എപ്പോഴെങ്കിലും പറഞ്ഞിരുന്നോ? ജമാഅത്തെ ഇസ്ലാമി പണ്ടേ പറഞ്ഞത് എന്താണ്? ഖുർആനും സുന്നത്തുമാണ് പ്രമാണം എന്നല്ലേ? മൗദൂദിയുടെ വാക്കാണ്, മൗദൂദിയുടെ വാചകമാണ് മൗലിക പ്രമാണം എന്ന് എപ്പോഴും എവിടെയും പറഞ്ഞിട്ടില്ല. പിന്നെ അത് ഇപ്പൊ പറയുന്നത്? അതിനെ ഞാൻ പറയുന്നത് അത് കബളിപ്പിക്കലാണ്. മൗദൂദി ഇവിടെ കൊണ്ടുവന്ന ഈ മതരാഷ്ട്രവാദം എന്ന് പറയുന്ന ആശയത്തെക്കുറിച്ച് നിങ്ങൾ എന്താ പറയുന്നത്? അത് അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ? അത് ഇപ്പോൾ അംഗീകരിക്കുന്നില്ല എങ്കിൽ, അതിൽ നിന്ന് നിങ്ങൾ പിന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ മൗദൂദിയുടെ പുസ്തകങ്ങളെ തള്ളിക്കളയാൻ ധൈര്യമുണ്ടോ എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഇതുവരെ മതരാഷ്ട്രവാദം പറഞ്ഞുകൊണ്ട് എഴുതിയ നിങ്ങളുടെ പുസ്തകങ്ങൾ മുഴുവനും പിൻവലിക്കാൻ തയ്യാറുണ്ടോ? ഇതാ നമ്മൾ ചോദിക്കുന്നത്. അതിനെക്കുറിച്ചൊന്നും പറയാതെ ആളുകളെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി മൗദൂദിയുടെ വാചകങ്ങൾ ഞങ്ങൾക്ക് തെളിവല്ല എന്ന് പറഞ്ഞാൽ അത് കേൾക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നത് ബുദ്ധിയുള്ളവരാണെന്ന് മനസ്സിലാക്കണം. 2019 മൗദൂദിയുടെ വാക്ക് തെളിവല്ല എന്ന് പറഞ്ഞ് മതരാഷ്ട്രവാദം പൊതിഞ്ഞു വെക്കാൻ ശ്രമം നടത്തിയത്. എന്നാൽ അതിനുശേഷമാണ് 2021 മൗദൂദിയുടെ തന്നെ മതേതരത്വം ജനാധിപത്യം എന്ന പുസ്തകം വീണ്ടും IPH പുറത്തിറക്കുന്നത്, ജമാഅത്തെ ഇസ്ലാമിക്കാരൻ പുറത്തിറക്കുന്നത്. ആ പുസ്തകത്തിൽ എന്താ പറയുന്നത്? ആധുനിക ജനാധിപത്യത്തിനോട് സഹകരിക്കൽ ഖുർആനിനും സുന്നത്തിനും എതിരാണെന്ന് ഇസ്ലാം, അത്തരക്കാരോട് ഇസ്ലാം യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് ആ പുസ്തകത്തിലുണ്ട്. ജനാധിപത്യ സംവിധാനത്തോട് സഹകരിക്കുന്നവനോട് യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാണ് മൗദൂദി എഴുതി വെക്കുന്നത്. ആ പുസ്തകം 2021 ഇവർ വീണ്ടും പുനഃപ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അഥവാ ഇദ്ദേഹം മൗദൂദിയുടെ വാക്ക് തെളിവല്ല എന്ന് പറഞ്ഞ് ഈ മതരാഷ്ട്രവാദം ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിച്ചതിന് ശേഷമാണ് ആ പുസ്തകം വീണ്ടും പുനഃപ്രസിദ്ധീകരിക്കുന്നത്. കഴിഞ്ഞോ? ഇല്ല. ഇവരുടെ വക്താവായ AC അബ്ദുള്ള മൗലവി അയാളത് തുറന്നു പറഞ്ഞു. നമ്മൾ ഈ സെക്യുലറിസം എന്ന് പറയുന്നത്, ജനാധിപത്യം എന്നൊക്കെ പറയുന്നത് അത് ചില വാചകങ്ങളെ കൊണ്ടുള്ള കളിയാണ്, ചില കബളിപ്പിക്കലാണ്. അടിസ്ഥാനപരമായ ആശയം ഈ മതരാഷ്ട്രവാദത്തിൽ നിന്ന് പുറകോട്ട് പോയിട്ടില്ല. അയാൾ പറയട്ടെ. പറയുന്നില്ല. ഇപ്പോ കുറച്ചൊക്കെ സൂക്ഷിച്ചിട്ട് വർത്താൻ പറയുന്നത്. നമുക്ക് ഇവിടെ ജീവിക്കട്ടെ. അപ്പൊ അതിനെ പരിഗണിച്ചിട്ട് ചിലപ്പോ ഡെമോക്രസി മറ്റേ സെക്യുലറിസം എന്നല്ലാണ്ട് പറഞ്ഞുവിടും. അതൊക്കെ പദം കൊണ്ടുള്ള കളിയാ. അടിസ്ഥാനപരമായോ വിശ്വാസത്തിലോ ഒരു മാറ്റവും വരുത്താൻ പാടില്ല, വരുത്തിയില്ല. വാചക ശൈലിയിൽ ദേശം മിനുക്ക് പണിയൊക്കെ ചെയ്യും.
അപ്പം മിനുക്ക് പണിയാണ് മൗലവിമാര് ചെയ്യുന്നത്. അത് തന്നെയാണ് നമ്മളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെയുള്ള സകല രാഷ്ട്രീയ പാർട്ടികളും മനസ്സിലാക്കണം, ഇവർ നടത്തുന്ന മിനുക്ക് പണിയിൽ പെട്ടുപോകാൻ പാടില്ല. ഇന്ത്യൻ ജനാധിപത്യ സംവിധാനത്തിനോടും ഇന്ത്യയുടെ കെട്ടുറപ്പിനോടും ഐക്യത്തിനും അഖണ്ഡതക്കും തുരങ്കം വെക്കുന്ന ഇവരുടെ അടിസ്ഥാനപരമായ മതരാഷ്ട്രവാദം എന്ന് പറയുന്ന ആശയത്തിൽ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. അതിൽ നിന്ന് ഒരു അടിയാള് അവര് പുറകോട്ട് പോയിട്ടുമില്ല. അതേ സമയത്ത് ഇവിടെ സമകാലിക സാഹചര്യത്തിൽ ഇവിടെയുള്ള അധികാരത്തിന്റെ അപ്പകഷ്ണങ്ങളും കടിച്ച് അതിന്റെ മധുരവും നുണഞ്ഞ് ഇവിടെ എങ്ങനെ ജീവിച്ചു പോകണം എന്നതിന് വേണ്ടി മിനുക്കുപണി നടത്തുന്നതാണ് ജനാധിപത്യവും സെക്യുലറിസവും എന്നൊക്കെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ യാതൊരു ആത്മാർത്ഥതയുമില്ല എന്ന് അവർ തന്നെ തുറന്നു പറയുകയാണ്. അത് തന്നെയാണ് ഇവിടെയുള്ള അഹ്ലുസുന്ന വൽ ജമാഅ പറയുന്നത്. ഇവർ നടത്തുന്നത് കടുത്ത വഞ്ചനയാണ്, ശരിയായ വഞ്ചനയാണ്. ഒരിക്കലും മതരാഷ്ട്രവാദത്തിൽ നിന്ന് അവർ പുറകോട്ട് പോയിട്ടില്ല. പോയിട്ടുണ്ടെങ്കിൽ പറയേണ്ടത് അങ്ങനെയായിരുന്നില്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആ ആശയത്തിൽ നിന്നും പുറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ ആശയം എഴുതി വെച്ച ഗ്രന്ഥങ്ങൾ പിൻവലിക്കുകയായിരുന്നു വേണ്ടത്. മൗദൂദിയുടെ ആശയത്തിൽ നിന്നും ഇപ്പോൾ അവര് പുറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ മൗദൂദി അപ്പറഞ്ഞിട്ടുള്ള മതരാഷ്ട്രവാദം ഇപ്പോൾ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നായിരുന്നു പറയേണ്ടിയിരുന്നത്. അതിനു പകരം മൗദൂദിയുടെ ലിഖിതങ്ങളോ വാക്കുകളോ അല്ല ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാന പ്രമാണങ്ങൾ എന്നാ പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാന പ്രമാണങ്ങൾ മൗദൂദിയുടെ വാക്കും അദ്ദേഹത്തിന്റെ പ്രവൃത്തിയുമാണ് എന്ന്, അദ്ദേഹം എഴുതിയതുമാണ് എന്ന് ഒരിക്കലും ഇവർ പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ അത് പിൻവലിക്കേണ്ടതില്ല. അപ്പൊ അത് തന്നെയാണ് കൗശലം എന്ന് പറയുന്നത്. അത്തരം കൗശലങ്ങളിൽപ്പെട്ട് ഇവിടെയുള്ള പൊതുസമൂഹം വഞ്ചിതരായി പോകരുത് എന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇസ്ലാമിന്റെ പേരിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ വിളിച്ചു പറയുക, ഇത്തരത്തിലുള്ള അപകടങ്ങൾ എഴുതി വെക്കുക, എന്നിട്ട് ആ ആശയം ഇവിടെ സമർത്ഥിക്കാൻ കഴിയാതെ കുഴഞ്ഞു പോകുമ്പോൾ അതിനെ പൊതിഞ്ഞുകെട്ടി മറ്റൊരു തരത്തിൽ വഞ്ചന നടത്തി പിടിച്ചു നിൽക്കാമെന്ന് ജമാഅത്തെ ഇസ്ലാമിക്കാരൻ കരുതുണ്ടെങ്കിൽ അത് വലിയ വിഡ്ഢിത്തമാണെന്ന് സമയത്ത് നാം എല്ലാവരും മനസ്സിലാക്കണം. ഇൻഷാ അല്ലാഹ് അടുത്ത നമ്മുടെ പ്രഭാഷണത്തിൽ ജമാഅത്തെ ഇസ്ലാമി അഹ്ലുസുന്ന വൽ ജമാഅത്തുമായി ഏറ്റുമുട്ടുന്ന ആദർശപരമായ ഏതെല്ലാം വിഷയങ്ങളുണ്ട് എന്ന് നമുക്ക് പരിശോധിക്കണം. വഹാബികളെപ്പോലെ മറ്റു പുത്തൻവാദികളെപ്പോലെ സുന്നത്തി ജമാഅത്തിന്റെ വിശ്വാസവുമായി വളരെ കൂടുതൽ അഭിപ്രായ വ്യത്യാസം കൊണ്ടുവരികയും ആദർശപരമായി സുന്നത്തി ജമാഅത്തിനോട് ഏറ്റുമുട്ടുകയും ചെയ്യുന്ന പാർട്ടി തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി. ഇൻഷാ അല്ലാഹ് അവരുടെ അത്തരം വികലവാദങ്ങളെ പ്രാമാണികമായി നമുക്ക് നേരിടേണ്ടതുണ്ട്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്ത് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.